മോഹൻലാലും പിന്നെ വില്ലനായിട്ട് വന്ന ആൾ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്താലും ഒരു സസ്പെൻസ് മൂവി വൈസ് ആ മൂവിയായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. ദിസ് ഇസ് ഫാർ ബെറ്റർ. ഡയറക്ടർ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആഫ്റ്റർ ലോങ് ഗ്യാപ്പ് നല്ലൊരു ലാലേട്ടൻ മൂവി കണ്ട ഫീലാണ്. നല്ലായിരുന്നു എനിക്കൊരു അല്ല ആഫ്റ്റർ ലോങ് ടൈം നല്ലൊരു മോഹൻലാൽ മൂവി കണ്ട ഫീലായിരുന്നു. ഫാമിലി സെൻറ്ററിൻ്റെ ദൃശ്യത്തിൻ്റെ വേറെ ഒരു ഭാഗം പക്ഷേ പടം കൊള്ളാം. നല്ല പടം, നല്ല ആക്ടിങ് കിടിലം വായ്പു, നല്ല പടം. വെക്കേണ്ട പോലും ബോറില്ല, നല്ല പടം. നല്ല പടം പോയി കാണുക, എല്ലാവരും പോയി കാണാൻ പറ. ഒന്നുമില്ല, രക്ഷയില്ലാത്ത പടം പോയി കാണുക. കഥയൊന്നുമില്ല, പോയി കാണുക, അത്രേ പറയാനുള്ളൂ. അടിപൊളി തരുൺമൂർത്തി സമ്മതിച്ചു. ലാലേട്ടൻ മക്കളെ പോയി കാണും. ലാലേട്ടന്റെ ഫൈറ്റ് സീൻസ് എല്ലാം കൊള്ളായിരുന്നു. മോഹൻലാലിന്റെ ആക്ടിങ് കൊള്ളായിരുന്നു. ഇമ്രാന്റെ കട്ടിങ് കൊള്ളായിരുന്നു. നല്ല പടം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതായത് പടം തുടക്കം ഇച്ചിരി സ്ലോ ബേണാണ്, എന്നാലും ഇൻ്റർവെല്ലിന് ശേഷം പടം കയറി മൂവ് ആവും. പിന്നെ ഒരു നെഗറ്റീവ് വശമുണ്ട്, അത് വെച്ചിട്ട് ചിലപ്പോൾ പടത്തിന് നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. അത് വേറെ ഒന്നുമല്ല, കണ്ടുമടുത്ത ചില രീതികളിലൂടെയാണ് പടം വരുന്നത്. പക്ഷേ നല്ല രീതിയിലുള്ള ഒരു പ്രസൻറ്റേഷനാണ്. തരുൺമൂർത്തിയുടെ ആ സംവിധാന മികവ് ഇതിനകത്തുണ്ട്. എന്നാലും തരുൺമൂർത്തിയുടെ ബെസ്റ്റ് പടം എനിക്ക് പുള്ളിയുടെ ആദ്യത്തെ പടം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ദൃശ്യത്തിൻ്റെ ഒരു ഡിഫറെൻറ്റ് വേർഷൻ, നൈസ്, ഒരു ഡിഫറെൻറ്റ് വേർഷൻ സ്ക്രിപ്റ്റ്. കുറേ നാളുകൂടി നല്ലൊരു ഫാമിലി ഫിലിം കണ്ടു. മാത്രമല്ല ഒരു റിവെഞ്ച് നല്ല രീതിയിൽ. കൊള്ളാം, നന്നായിരിക്കും. നല്ല എടുത്തു പറയേണ്ട മോഹൻലാലിന്റെ ക്യാരക്ടർ. ഒരു ഫാമിലി ഡ്രാമ, ഒരു ഗൂസ്ബം സീൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ സ്ഥിരം കണ്ട ഒരു സ്റ്റോറി തന്നെ, ഒരു റിവെഞ്ച് ഒരു സീൻ ഉണ്ടായിരുന്നു. ആ ഒരു സീൻ മാത്രമാണ് വലിയ ഇതായിട്ട് തോന്നിയത് കേട്ടോ. ഹാഫ് കുറച്ച് ലാഗാണ്, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. സ്റ്റോറി കുഴപ്പമില്ല. ഇത് പറയുന്നത് തിരക്കഥ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് സൂപ്പർ പടം. അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഒരു അവാർഡ് കൂടി പ്രതീക്ഷിക്കുക, അത്രയും സൂപ്പറായിട്ട്. അത് നമ്മൾ കാണാൻ വേണം. ത്രില്ലിംഗ് ആണ്, ത്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും ത്രില്ലിംഗ് ആണ്.